Hello. Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning. Okay, start ചെയ്യാം അല്ലേ? Yes, ma'am. Yes. Yes, ma'am. സുഖാണല്ലോ എല്ലാവർക്കും? അതെ മാം. അതെ, മാമിനോ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പയ്യൊക്കെ കുറച്ചൊക്കെ പറഞ്ഞ് സൗണ്ടൊക്കെ വന്ന് കുറച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്ന് മ്യൂട്ട് ചെയ്യാണേ. Okay, ma'am. Yes. So in the last class, എവിടെ വരെ നമ്മൾ പഠിച്ചു? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? നമ്മള് കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? അതല്ലേ? നോക്ക്. യെസ്, എവിടെ വരെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, നിങ്ങളത് ഓർത്തിരിക്കണം. കാരണം എവിടെ നിർത്തിയെന്ന് നിങ്ങൾ കൂടി കൺഫേം ചെയ്താൽ എനിക്ക് ബാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മള് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിന്റെ അഡ്വാൻറ്റേജസും
ഡിസഡ്വാൻറ്റേജസും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഗ്രീവൻസ് നമ്മൾ പരിഹരിക്കുന്നത് കൊണ്ട് എംപ്ലോയീസിന് ഉണ്ടാകുന്ന ഡിസ്കണ്ടന്റ്മെന്റ്, അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ കുറവ്, ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ പരിഹരിച്ചാൽ, ശരിയായ രീതിയിൽ പരിഹരിച്ചാൽ ഇറ്റ് ഹാവ് മെനി അഡ്വാൻറ്റേജസ്. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് കുറച്ച് അതിന് എന്താ പറയാ ദോഷഫലങ്ങളുണ്ട്. ദോഷഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയാ ഈ പറയുന്ന ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ ഒക്കെ ഒരു ഓർഗനൈസേഷനിൽ കണ്ടക്ട് ചെയ്യാനായിട്ട് ഇറ്റ് ടേക്സ് ടൈം അല്ലെ, സമയമെടുക്കും, ലെങ്തി പ്രൊസീജിയർ ആണ്. അതായത് ആളുകളുടെ ഗ്രീവൻസ് എന്താണെന്ന് അറിയണം. അത് എന്നിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെന്റിലേക്കോ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്കോ പേഴ്സണൽസിലേക്ക് ആരാണോ അതുമായി ബന്ധപ്പെട്ട അധികാരികൾ അവരിലേക്ക് എത്തിക്കണം. അതിന്റെ എന്താ പറയാ കാര്യങ്ങൾ, ഡാറ്റാസ് ഒക്കെ നമുക്ക് കളക്ട് ചെയ്യണം. ഡാറ്റ കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം. ആ സൊല്യൂഷന് മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിൽ, വേറൊരു ഓപ്റ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വേറെ വഴിക്കുണ്ടെങ്കിൽ അതെല്ലാം നോക്കുക, ബെസ്റ്റ് വൺ സൊല്യൂഷൻ ചൂസ് ചെയ്യണം, എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, ഫോളോ ചെയ്യണം. സോ ഇറ്റ്സ് എ ലെങ്തി പ്രോസസ്. അത് അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ കുറച്ച് പോരായ്മകളും ആ ഒരു ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറിനുണ്ട്. പിന്നെ ആൻഡ് ഓൾസോ there is no skilled personnel to perform grievance redressal procedure. ഈ ഗ്രീവൻസുകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ടീമില്ലേ, ആ ടീമിന്റെ ഒരു എന്താ പറയാ കഴിവ് കുറവ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിക്കാരില്ല അതിന് പ്രത്യേകം ട്രെയിനിങ് കിട്ടിയ, പ്രത്യേകം അതിന് കഴിവുള്ള, പ്രത്യേകം സ്വന്തമായിട്ട് ഐഡിയാസ് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്തെടുത്ത് ഹൗ ക്യാൻ ബി സോൾവ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം എന്ന് ചിന്തിച്ച് കഴിവും ഇത് വൈഭവമുള്ള എന്താ പറയാ ടീം വർക്കേഴ്സിനെ, ഇതുപോലെയുള്ള ജോലിക്ക് പറ്റിയ ടീം മെമ്പേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഓരോ സ്റ്റേജിലും അതിൻ്റെതായ ഓരോ എന്താ പറയാ ഡാറ്റ കളക്ട് ചെയ്യാനും അതിൽ നിന്ന് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഡാറ്റാസിനെയൊക്കെ പരിശോധിക്കാനും ഓരോ സ്റ്റേജിലും ഒരുപാട് ജോലിക്കാർ ആവശ്യമുണ്ട്. ആ ജോലിക്കാരൊക്കെ കൃത്യമായിട്ട് അവരുടെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ ഒഫീഷ്യൽസ് അല്ല എങ്കിൽ അതിന്റെ കൃത്യത ഉണ്ടാവില്ല. എംപ്ലോയീസിന്റെ പരാതികളും പരിഭവങ്ങളും അങ്ങനെ തന്നെ നിൽക്കും. അതിനൊരു സൊല്യൂഷൻ മര്യാദയ്ക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഓക്കെ, പിന്നെ ചിലപ്പോ ഇങ്ങനെയുള്ള ഗ്രീവാൻസ് ഒക്കെ ഉണ്ടാകുമ്പോ എന്താ പറയാ there will be some type of hostile action from the part of the management towards the employees. ഇങ്ങനെ പരാതികൾ അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ് എംപ്ലോയീസ് കാണിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് അത്തരം ആ വിഭാഗത്തോട്, അത്തരം എംപ്ലോയീസിനോട് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഗ്രൂപ്പിനോട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ശത്രുതാ മനോഭാവത്തോടെ ആയിരിക്കും പെരുമാറുക. എന്നാലും അവരങ്ങനെ എന്താ പറയാ നമ്മൾ പറയുന്നതിനോട് അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് തോന്നി, അവരെന്തുകൊണ്ട് കണ്ടന്റഡ് അല്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നുദിക്കുന്നതാണ്. അതൊക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. മാനേജ്മെന്റിന് അവരോട് ആ ഒരു പ്രത്യേക ഗണത്തോട് അവരെന്നാലും നമ്മളുടെ ഓർഗനൈസേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരത് അനുസരിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയാ ഒരു ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ്. പിന്നെ ഫൈനൽ ഡിസിഷൻ whatever it may be will be taken by the management അല്ലെ. എന്തായാലും എന്ത് കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തിയാലും ആ സൊല്യൂഷന്റെ ഫൈനൽ ഡിസിഷൻ ഇറ്റ് ഈസ് വെസ്റ്റഡ് അപ്പോൺ ദ മാനേജ്മെന്റ് ഇറ്റ്സെൽഫ്. മാനേജ്മെന്റിലാണ് ആ ഒരു സൊല്യൂഷന്റെ ഫൈനൽ ഡിസിഷൻ കിടക്കുന്നത്. അത് മേ കോസ് ഫ്രസ്ട്രേഷൻ എമംഗ് ദ എംപ്ലോയീസ്. അപ്പൊ ഇത് മാനേജ്മെന്റ് നമുക്ക് ഉത്തരവല്ലേ, അല്ലെങ്കിൽ മാനേജ്മെന്റ് പരിഹരിച്ചതല്ലേ. അപ്പൊ ആ ഒരു പരിഹാര മാർഗം അത് എംപ്ലോയീസിന് വിട്ടുകൊടുക്കുന്നില്ല, മാനേജ്മെന്റ് തന്നെയാണ് അൾട്ടിമേറ്റ് ഉള്ള പരിഹാര മാർഗം കൊണ്ടുവരുന്നത്. അപ്പൊ അത് എന്താ പറയാ നമുക്ക് അത്ര വലിയ എന്താ പറയാ സ്വീകാര്യമാകണം നിർബന്ധമൊന്നുമില്ല. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അത് മറ്റൊരു കാര്യം, അതും ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഒരു മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഗ്രീവാൻസ് ഉണ്ടാകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് റിയാക്റ്റഡ് പ്രോംപ്റ്റ്ലി ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസ് എന്ത് ചെയ്യുന്നില്ല, അത് കൃത്യമായിട്ട് ആരെ അറിയിക്കുന്നില്ല, മാനേജ്മെന്റിനെ അറിയിക്കുന്നില്ല. അവർ വിചാരിക്കും യൂണിയൻ ഉണ്ടല്ലോ, ട്രേഡ് യൂണിയൻ ഉണ്ട്, യൂണിയൻകാർ പറയട്ടെ, നമ്മൾ മാത്രം എന്തിനാ പറയുന്നത്, എംപ്ലോയീസ് അങ്ങനെ മാറിയിരിക്കും. അപ്പൊ അവരുടെ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാരികളെ എത്തിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട മാർഗം. പക്ഷെ അത് ലാഗ് ചെയ്യും തോറും ഇറ്റ് കോസസ് നെഗറ്റീവ് ഇമ്പാക്ട് ഇൻ ടു ദ ഓർഗനൈസേഷൻ. അങ്ങനെ അതവിടെ കിടന്ന് നെഗറ്റീവ് ഇമ്പാക്ട് ഇങ്ങനെ ഉണ്ടാക്കി ഭയങ്കര ചെറുതെന്നുള്ളത് വലിയ ഒരു ഇഷ്യൂ ആക്കി മാറ്റിയെടുക്കും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീവാൻസ് റീഡ്രസൽ പ്രൊസീജിയർ. ക്ലിയർ ആണല്ലോ? ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി തുടങ്ങാനുള്ളത് ഈ ഒരു ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, ഇറ്റ്സ് ക്ലാസിഫൈഡ് ടു 3 ഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിനെ. വേണമെങ്കിൽ നമുക്ക് അതിനൊരു മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് അതിനകത്തെ
ഓരോ യൂണിറ്റുകളാണ്. ഒന്നാമത്തേത് ഗ്രീവൻസ് റീഡ്രസൽ, ഗ്രീവൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എംപ്ലോയി ഡിസിപ്ലിൻ ആൻഡ് വൺ മോർ പാർട്ട് എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. അങ്ങനെ 3 ഭാഗമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. എംപ്ലോയി ഡിസിപ്ലിൻ. വാട്ട് യു മീൻ ബൈ ഡിസിപ്ലിൻ? എന്താ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ചെറുതിലേ തുടങ്ങി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തില്. മറ്റൊന്നും പഠിച്ചില്ല എങ്കിലും സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ടു ബി ഡിസിപ്ലിൻസ്. അതാണ് നമ്മളുടെ മാതാപിതാക്കന്മാര് നമ്മളെ വീട്ടിലെ തന്നെ ചില കാര്യങ്ങൾ അച്ചടക്കത്തോടെ ചെയ്യാനായിട്ട് പഠിപ്പിക്കും, അല്ലെ? എന്താ പറയാ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അവിടെ തന്നെ നമ്മളെ കറക്റ്റ് ചെയ്ത് വിടും. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ സ്കൂളിൽ നമ്മൾ കുറെ ഡിസിപ്ലിൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ സ്കൂളിൽ എൻറ്റർ ചെയ്യുക, ക്ലാസ്സുകളിൽ അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുക, അല്ലെ? ഓരോ ടൈം ഇന്റർവെൽ അനുസരിച്ച് അല്ലെങ്കിൽ പീരീഡ്സ് അനുസരിച്ച് ടീച്ചേഴ്സ് വരുന്നതും പോകുന്നതൊക്കെ അനുസരിച്ച് അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. അല്ലാതെ എന്താ പറയുക, ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഡിസിപ്ലിൻസ് ആണ്. ഒബിയസ്ലി നമുക്കറിയാം നമ്മളുടെ ലൈഫില്, ഡെയിലി ലൈഫില് വെൻ വി ആർ അഡൽറ്റ്, ഇപ്പൊ പ്രായപൂർത്തിയൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോഴും നമ്മൾ കുറെ ഡിസിപ്ലിൻ, അച്ചടക്ക മര്യാദകൾ പാലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഫോളോയിങ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ എ സ്പെസിഫൈഡ് മാനർ. ഒരു പ്രത്യേക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനറിൽ എന്തെങ്കിലും നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണഗതിയിലും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, അല്ലേ? അന്ന് ആലോചിക്ക്. റിയാക്ഷൻസ് ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കണമൊക്കെ ഉണ്ടല്ലോ കൃത്യമായിട്ട്. യെസ്, അപ്പോ ഇതാണ് ഡിസിപ്ലിൻ. അപ്പോ ഇൻ ആൻ ഓർഗനൈസേഷൻ ഓൾസോ, ഒരു ബിസിനസ് ഓർഗനൈസേഷനിലും the employees have to follow some rules and regulations in a systematic manner. So we can say that the employees are disciplined. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസും അവിടുത്തെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പാലിക്കുന്ന എംപ്ലോയീസിനെ നമുക്ക് വിളിക്കാം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയി ആണ്. ദാറ്റ് മീൻസ് കമ്മിങ് അറ്റ് ദ റൈറ്റ് ടൈം ടു ദ ഓഫീസ് ഓർ ഓർഗനൈസേഷൻ. ജോലിക്ക് വരുന്ന ഓഫീസിൽ അല്ലെങ്കിൽ എവിടെയാണോ, ഏത് ഫേമിലാണോ വർക്ക് ചെയ്യുന്നത് അവിടേക്ക് കൃത്യസമയത്തിന് എത്തിച്ചേരുക. കൃത്യസമയത്ത് ഉള്ളിലുണ്ടായിരിക്കണമെന്നാണ്, വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ആഫ്റ്റർനൂണിലെ ബ്രേക്കും അത് കഴിഞ്ഞ് ലീവ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളും, ഏത് സമയത്താണ് നമ്മൾ പുറത്ത് നമുക്ക് പോകാൻ പറ്റുക, എന്തൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്, ജോലി സ്ഥലത്ത് ജോലി സമയത്ത് മറ്റു എംപ്ലോയീസുമായിട്ട് അതിന്റെ നേരമൊക്കെ വെറുതെ വായും നോക്കി എന്താ പറയുക വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ സമയങ്ങൾ കളയാതെ അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യേണ്ട സമയം അതെങ്ങനെയൊക്കെയാണ്, അവരവരുടെ സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്യുക. ദീസ് ഓൾ തിങ്സ് ഇതൊക്കെ നമുക്ക് എന്താ പറയാ ഫോളോ ചെയ്യണം ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ. അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് എന്തെന്ന് വിളിക്കാം നമ്മൾ എംപ്ലോയി ഡിസിപ്ലിൻ. എല്ലാ രീതിയിലും ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു എന്താ പറയാ സ്കൂളിൽ ചെല്ലുമ്പോ നമുക്ക് എപ്പോഴാണ് ചെല്ലേണ്ടത്, ഏത് രീതിയിൽ ഒരു ടീച്ചർ ആണെങ്കിലും സ്കൂളിൽ ഇപ്പൊ ജോലിക്ക് വെച്ച് പോകുമ്പോ അവിടെ നമ്മൾ എത്ര മണിക്ക് എത്തണം, കുട്ടികളൊക്കെ വന്നിരിക്കട്ടെ അവരുടെ സമയമാണ് 10 മണി അല്ലെങ്കിൽ 9:30, 9:45 ഫസ്റ്റ് ബെൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്നത് ടീച്ചർക്ക് എപ്പോ വേണമെങ്കിലും വന്നാൽ മതി എന്നാണോ? അങ്ങനെയല്ല. അപ്പൊ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോരുത്തരും എങ്ങനെ ഫോളോ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ബിസിനസ് ഓർഗനൈസേഷൻസിലും each and every employee have to follow some rules and regulations in a systematic manner. So it's called discipline. അങ്ങനെയാണ് നമുക്ക് ഡിസിപ്ലിൻ എന്ന് വിളിക്കാം. The employees have to perform their duties according to the rules and regulations. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ഓരോ എംപ്ലോയീസും എന്ത് ചെയ്യണം, അവരവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്നതോടൊപ്പം they have to keep in mind the terms and the conditions, rules and regulations in their mind. അവരെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അവിടുത്തെ ടേംസും കണ്ടീഷൻസും ഫോളോ ചെയ്ത് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് വേണം ജോലി ചെയ്യാൻ, അല്ലെ? ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ അത് മതി, ബാക്കി എല്ലാ കാര്യമൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്റെ സമയത്ത് 10:30 മണിക്ക് ഞാൻ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നു, 10:30 കഴിഞ്ഞ് എനിക്ക് പിന്നെ ക്ലാസ്സില്ല, ഞാൻ ഇറങ്ങി പുറത്തോട്ട് പോകുന്നു. ഇങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല. എന്റെ ഒരു ടൈം ഉണ്ട്. എനിക്ക് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഞാനിവിടെ ജോലി ചെയ്യാൻ ബാധ്യസ്ഥയാണ് എങ്കിൽ ആ ടൈമിങ്ങിനുള്ളിൽ നമ്മൾ പിന്നെ പുറത്തു പോകാൻ പാടില്ല. അതിന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിക്കണം, അല്ലെ? അത് കൺസെന്റ് വാങ്ങിക്കണം. അതെ, എനിക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം ഉള്ളത്, അങ്ങനെയൊക്കെ എല്ലാം അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലാതെ ക്ലാസ് എടുക്കുന്നു പുറത്തു പോകുന്നു, അത് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിന്റെ സമയമാകുമ്പോൾ വരുന്നു, അങ്ങനെ പറ്റില്ലല്ലോ.
സോ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയും മനസ്സിൽ വെച്ചിട്ട് വേണം ഓരോ എംപ്ലോയീസും ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് അച്ചട്ടായിട്ട് അങ്ങനെ പാലിക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പെർട്ടിക്കുലർ എംപ്ലോയി ഓർ എംപ്ലോയീസ് ആർ ഡിസിപ്ലിൻഡ്. അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ തോന്നിയ പോലെ വരുന്നു, തോന്നിയ പോലെ പോകുന്നു എന്നുള്ളവരെ നമ്മൾ ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇൻ ആൻ ഓർഗനൈസേഷൻ ദ മാനേജ്മെന്റ് ഹാവ് എന്താ പറയാ ഒരു ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ദ എംപ്ലോയീസ് ഡിസിപ്ലിൻ. അപ്പൊ മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആക്കുക. അപ്പൊ എംപ്ലോയീസിനെ ഡിസിപ്ലിൻഡ് ആകണമെങ്കിൽ എന്ത് വേണം? ആ എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാ, എപ്പോ വരണം, എപ്പോ പോകണം, അങ്ങനെയുള്ള ചില കോഡ് ഓഫ് കോണ്ടാക്ടുകളൊക്കെ. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ പെരുമാറണം ബിസിനസ് ഓർഗനൈസേഷനിൽ അതിനെ കാണിക്കുന്ന കുറെ നിയമങ്ങളാണ് കേട്ടോ. കോഡ് ഓഫ് കോണ്ടാക്ട് ഇത്ര മണിക്ക് എല്ലാ എംപ്ലോയീസും എത്തിച്ചേരണം. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി എന്താ പറയാ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ എംപ്ലോയീസിനോട് വരുമ്പോഴേ തന്നെ ഡിസ്ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത്ര മണിക്കാണ് ഇതിന്റെ ഡ്യൂട്ടി ടൈം. സോ യു ഹാവ് ടു എൻ്റർ ദ ഓഫീസ് ഇൻ ദിസ് ടൈം. ഇപ്പൊ വരണം, ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക് ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു പോകാൻ പാടില്ല. അതൊക്കെ തന്നെ നമുക്ക് കുറച്ചു നേരം ഒന്ന് എന്താ പറയാ കുറച്ചു നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അതല്ല പുറത്തേക്ക് പോകാനും കുഴപ്പമില്ല, ഇന്ന സമയത്ത് തിരിച്ചെത്തിയിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. സോ ദാറ്റ് പെർട്ടിക്കുലർ കോഡ് ഓഫ് കോണ്ടാക്ട് ഷുഡ് ബി ഫോളോഡ് ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ്. അങ്ങനെയാണ് അവരത് ഫോളോ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയി മാറും. ഡിസിപ്ലിൻഡ് എംപ്ലോയീസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ദേ ക്യാൻ ഫേസ് എനി കോമ്പറ്റീഷൻസ്. തന്റെ കോവർക്കേഴ്സിൽ നിന്നുണ്ടാകുന്ന എന്ത് മത്സരങ്ങളെയും, മത്സരം എന്ന് പറയുമ്പോൾ ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ നടത്തുന്ന മത്സരമല്ല ഉണ്ടാവും. അതായത് എംപ്ലോയീസ് തമ്മിലൊരു മത്സരമുണ്ട്. ഞാൻ അവനേക്കാൾ നല്ല രീതിയിൽ ജോലി ചെയ്യണം, മാനേജ്മെന്റിന്റെ എന്താ പറയാ വലിയ ഇതിന് പ്രീതിക്ക് പാത്രമാകണം എന്നൊക്കെ വിചാരിച്ച് നമുക്ക് നമ്മളുടേതായ എഫിഷ്യൻസി മുഴുവനും എടുത്തൊക്കെ ജോലി ചെയ്യാം. അങ്ങനെ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻസ് അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവർ ഫേസ് ചെയ്ത് അവരവരുടെ മൊത്തം 100% പെർഫോമൻസ് if they are giving, it will lead to higher productivity of the organization. ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ആണ് വർദ്ധിക്കും. എന്ന് വെച്ചാൽ എന്താ? ഉൽപാദനക്ഷമത. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സും വളരെ നന്നായി നല്ല 100% എഫേർട്ട് എടുത്ത് അവരവരുടെ ജോലികൾ ചെയ്യുന്നു. അതിന് നേട്ടം വരുന്ന ആർക്കുണ്ടാവുക? ഓർഗനൈസേഷന്റെ നേട്ടമാണ്. കാരണം നല്ല ക്ലാസ് ആണ്, നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല രീതിയിൽ ആളുകൾക്ക് ടീച്ചേഴ്സ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നു, നമുക്ക് ഒരു സംശയത്തിന് ഇടവരുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോ നിങ്ങൾ 10 ആളുകളോട് പറയും അല്ലെ, നല്ല ക്ലാസ്സുകളാണ്, സ്മാർട്സ് റീഡ് ആർക്കും എൻജോയ്. നമ്മൾ സജസ്റ്റ് ചെയ്യും, എന്റെ പ്രിയപ്പെട്ടവർക്കായിരിക്കാം, എന്റെ സഹോദരിമാർക്കായിരിക്കാം, എന്റെ എന്താ പറയാ ബന്ധുക്കൾ ആർക്കെങ്കിലും ആയിരിക്കാം. യു വിൽ ഓൾസോ സജസ്റ്റ്. അതൊരു 10 പേരോട് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അഡ്വർടൈസ്മെന്റ്, അതൊരു ആഡ് ആണ് അല്ലെ. നമ്മുടെ മീഡിയാസിലൂടെയൊക്കെ ഇത് തുറന്നാലേ കാണുള്ളൂ. അല്ലാതെ നമ്മൾ കാണുമ്പോൾ ഞാനിത് എവിടെയാ പഠിച്ചേട്ടാ, നല്ല ക്ലാസ് ആണ്, ടീച്ചേഴ്സ് ഒക്കെ നല്ല സൂപ്പറായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നവരാണ് എന്നൊക്കെ ഒരു 10 ആളോട് 15 ആളോട് പറയുമ്പോ അത് കൂടുതൽ സ്റ്റുഡൻസിനെ നമുക്ക് തരും തീർച്ചയായിട്ടും ഇല്ലേ. അപ്പൊ എന്താ പറ്റുക? അപ്പൊ ഈ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു, അങ്ങനെ ഓർഗനൈസേഷൻ വളർച്ച ഉണ്ടാകുന്നു. സോ the disciplined employee is not only capable for facing competitions, it also leads to higher productivity and also industrial growth. അങ്ങനെ വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും കാരണമാകുന്നു. അപ്പൊ ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് ഉള്ളവർക്ക് ഇത് പറ്റുള്ളൂ. അല്ലാതെ എംപ്ലോയീസ് ഒക്കെ തോന്നിയ പോലെ 10:30 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞ ടീച്ചർ 10:40 ക്ലാസ് തുറന്നിട്ടില്ല, ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇന്ന് ഏത് ടീച്ചറാണോ ആ ടീച്ചറാണ്, അപ്പൊ കുറച്ചു നേരം വൈകിയ നമ്മളിവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെയാണ്. അല്ലെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മളുമായിട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ഇവിടുത്തെ എംപ്ലോയീസുമായിട്ട് ഉണ്ടായ നിങ്ങൾ എന്ത് ചെയ്യും? അത് വേണ്ട കേട്ടോ, നമ്മള് വേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ക്ലാസ് ഒക്കെ അങ്ങനെ വലിയ ഗുണമൊന്നുമില്ല എന്ന ആളുകളോട് പറയും. അപ്പൊ 10 പേരും ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചിരുന്നവരാണെങ്കിൽ വേഗം തന്നെ വേണ്ട, രജിസ്ട്രേഷൻ ഫീസ് അടിച്ചില്ല, ഭാഗ്യം നമ്മള് പെട്ടില്ല, അവരെ പെട്ട് എന്നൊക്കെ വിചാരിക്കും. അവര് 10 പേരും എന്ത് ചെയ്യും? അത് ഡ്രോപ്പ് ചെയ്യും, ഐഡിയ വേണ്ട, നമുക്ക് ചേരണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസിപ്ലിൻഡ് എംപ്ലോയീസ് വിൽ ബ്രിങ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അങ്ങനെ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് അല്ലെ. നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളുടെ സ്കൂളിലൊക്കെ ചെല്ലാറുണ്ട്, ടീച്ചേഴ്സ് പറയും അവൻ ഭയങ്കര ഡിസിപ്ലിൻ ആണ് അല്ലെ, ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന അനുസരിച്ച് കൃത്യമായി ക്ലാസ്സിൽ വരുന്നു അല്ലെ, അതൊക്കെ കൃത്യമായി ഫോളോ ചെയ്യും. ചില കുട്ടികളെ കുറിച്ച് അങ്ങനെ പറയുള്ളൂ, ചിലതുങ്ങളെ കുറിച്ച് ഭയങ്കര കുട്ടിയാണ് കേട്ടോ, അത് മര്യാദ ക്ലാസ്സിൽ ഇരിക്കില്ല, എപ്പോഴും ചുരുങ്ങിക്കൊണ്ടിരിക്കുക, അപ്പുറത്തിരിക്കുന്നവന് ഇപ്പുറത്തിരിക്കുന്നവനെ ഡിസ്റ്റർബ് ചെയ്യും, നമ്മളെ ക്ലാസ് എടുക്കാൻ അനുവദിക്കുന്നില്ല. സോ ദാറ്റ് മീൻസ് they are not disciplined അല്ല എന്നാണ്. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇത് മോട്ടിവേറ്റ്സ്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, എംപ്ലോയീസിനെ കൂടുതൽ
ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടേതായ പങ്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി ജോലി ചെയ്യും. അതാണ് ഡിസിപ്ലിന്റെ എംപ്ലോയീസിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? ഇത്രയും ഭാഗം ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്യാൻ പറയട്ടെ? യെസ്, ഒന്നാമത്തെ സെന്റൻസ് വേഗം അണ്ടർലൈൻ ചെയ്യണേ. ഡിസിപ്ലിൻ റെഫേഴ്സ് ടു എന്ന് തുടങ്ങി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് അണ്ടർലൈൻ ചെയ്യേണ്ടത് നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഈസ് എംപ്ലോയി ഡിസിപ്ലിൻ. എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ ആണ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസിൽ ഒന്ന്. കുറെ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് മാനേജ്മെന്റിനുണ്ട്, അതിലൊരെണ്ണമാണ് എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ. ഇനി അതിന്റെ തൊട്ടടുത്ത സെന്റൻസും കൂടി മാർക്ക് ചെയ്യണം. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരെ എന്ന് വെച്ചാൽ ഇത്രയും മാർക്ക് ചെയ്യണം. ഇതൊക്കെ സിമ്പിൾ ആണ്. അതൊന്നും ഇത്ര വലിയ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിപ്പോ തുടങ്ങിയ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഇരുന്ന് വെറുതെ പറഞ്ഞത്. ആർക്കെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടോ ഈ ഭാഗം? പോയിക്കോട്ടെ, മുമ്പോട്ട്. യെസ്, then now two definitions are given by Dale S. Beach and Gary Dessler for discipline. Discipline വേണ്ടിയിട്ട് രണ്ട് ഡെഫിനേഷൻ രണ്ടാളുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് Dale S. Beach ആണ്. According to Dale S. Beach, he says that discipline regulates the human behavior. മനുഷ്യന്മാരുടെ ഹ്യൂമൻ ബിഹേവിയറിനെ, മനുഷ്യന്മാരുടെ സ്വഭാവ രീതിയെ റെഗുലേറ്റ് ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഡിസിപ്ലിൻ, അല്ലെ? ഇപ്പൊ ചില ആളുകളുണ്ട്, ഇത് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനെ വിട്ടോ, അല്ലാതെ നമ്മളൊരു പൊതു സമൂഹത്തില് ചിലപ്പോ ഒരു ബസ്സിലായിരിക്കാം, ചിലപ്പോ ഒരു ബസ് സ്റ്റോപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബിസിനസ് ഓർഗനൈസേഷനിലൊക്കെ ആയിരിക്കാം. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തികൾ ആണ് എങ്കിൽ അവരെന്ത് ചെയ്യും? ചില കാര്യങ്ങൾ കാണുമ്പോ എന്താ പറയാ, അത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യും. ചിലരാണെങ്കിലോ അപ്പോഴേക്കും ചിലപ്പോ ദേഷ്യപ്പെടേണ്ട കാര്യമായിരിക്കാം, അപ്പൊ തന്നെ എടുത്ത പിടിച്ച പോലെ ഒരൊറ്റ ചാട്ടവും ദേഷ്യപ്പെടലും. അത് എവിടെയാണ് താൻ നിൽക്കുന്നത്, ഏത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത് അങ്ങനെ റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊന്നും കൂടി ചിന്തിക്കില്ല. അതായത് ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഡിസിപ്ലിൻ. ആ സമൂഹത്തിൽ ആ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഹൗ ടു ബിഹേവ് എന്ന് പറയുന്നത് ചിന്തിച്ച് എടുക്കാനുള്ള ആ ഒരു കാര്യം ഇല്ലാതെ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നു. അത് എന്ത് പറയാ, അത് അൺഡിസിപ്ലിൻ, അതായത് ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളുടെ ഈ ഡിസിപ്ലിൻ ഉള്ള വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യും? അത് കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താ, അയ്യോ ഇത് ഇങ്ങനെ ഒരു സ്ഥലമാണ്, ഞാൻ അപ്പൊ പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല. സോ ആ റിയാക്ട് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് റിയാക്ഷൻസ് രേഖപ്പെടുത്തുക. ഓക്കെ, അതാണ് ഡെയിൽ എസ് ബീച്ച് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറെ റെഗുലേറ്റ് ചെയ്യുന്ന എന്തോ ഒരു സാധനമാണ്. ഈ റെഗുലേഷൻ മേ ബി ഓഫ് ടു ടൈപ്സ്, രണ്ട് രീതിയിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബൈ റിവാർഡും, ഒന്ന് ബൈ പെനാൽറ്റി. എന്ന് വെച്ചാൽ നമ്മളൊക്കെ റെഗുലേറ്റ് ചെയ്ത് നിയന്ത്രിച്ച് നമ്മൾ അത് പോകുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, വളരെ നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള ആളാണെങ്കിൽ ആ ഏത് സിറ്റുവേഷനിലും ഡിസിപ്ലിൻ ആയിട്ട് ബിഹേവ് ചെയ്താൽ ഡിസിപ്ലിൻ കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ പല പ്രതിഫലങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻ ദ ഫോം ഓഫ് പ്രൊമോഷൻ ആയിരിക്കാം, അല്ലെ? നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള ആളാണ്, കൃത്യമായിട്ട് കൃത്യതയോടെ എല്ലാ കാര്യവും നോക്കിയും കണ്ട് മനസ്സിലാക്കി ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ളവർക്ക് മാനേജ്മെന്റിന് ഇഷ്ടമാണ് അങ്ങനെയുള്ളവരെ. അപ്പൊ മാനേജ്മെന്റ് അവർക്ക് അതിനനുസരിച്ച് തക്കതായി പ്രതിഫലം നൽകും. സോ അതുകൊണ്ട് നമുക്ക് പറയാം അവർക്ക് റിവാർഡ് കിട്ടുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ നമുക്ക് ഇതിനെ ഒരു പെനാൽറ്റിയും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇഫ് ദേ ആർ നോട്ട് ഡിസിപ്ലിൻഡ്, എംപ്ലോയീസ് എന്താ പറയാ, ഏതെങ്കിലും എംപ്ലോയീസോ മാനേജ്മെന്റ് കൊണ്ടുവരുന്ന ചില നയങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാണ്ട് വരുമ്പോ അവർക്ക് അത് ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് പിഴ ചുമത്തും. അതെ, റെഗുലർ ആയിട്ട് നേരം വൈകി വരുന്നു, ശരി എങ്കിൽ എല്ലാ ദിവസവും ഇത് തന്നെയാണല്ലോ പണി, അപ്പൊ നിങ്ങൾക്ക് എതിരെ ഇന്ന രൂപ, ഇത്ര രൂപ പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കുക. അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾ ഇത്ര 2-3 ദിവസമൊക്കെ പഞ്ചിങ് ടൈമൊക്കെ മാറി കിടക്കുന്നു, സമയമൊക്കെ ഒരുപാട് വൈകി, 3 ദിവസമൊക്കെ അടുപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു ദിവസത്തെ സാലറി ഒന്ന് കട്ട് ചെയ്യുന്നു, കണ്ടോ? ഇങ്ങനെ പെനാൽറ്റിയും കൊടുക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസിപ്ലിൻ കൊണ്ട് രണ്ട് രീതിയിലുള്ള റിവാർഡ് ഉണ്ട്. ഡിസിപ്ലിൻ ആണെങ്കിൽ ഒരു റിവാർഡ്, അതിനനുസരിച്ചുള്ള നല്ല ഗുണമുള്ള ഒരു പ്രതിഫലം കിട്ടും. അതേസമയം അത് ഡിസിപ്ലിൻ അല്ല എങ്കിൽ അതിന് പെനാൽറ്റി കിട്ടും എന്നാണ് ആര് പറയുന്നത്? ഡെയിൽ എസ് ബീച്ച് പറയുന്നത്. ആ ഡെഫിനേഷൻസ് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്, അപ്ലൈ ചെയ്തേക്കാം. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? കുഞ്ഞു ഡെഫിനേഷൻ ആണ്. അപ്പോ അക്കോർഡിംഗ് ടു ഡാഷ് ഡിസിപ്ലിൻ റെഗുലേറ്റ്സ് ബ്രാക്കറ്റില് ബൈ റിവാർഡ് ഓർ പെനാൽറ്റി ദ ഹ്യൂമൻ ബിഹേവിയർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഡെയിൽ എസ് ബീച്ച് ഡാഷ് റെഗുലേറ്റ്സ് ബൈ റിവാർഡ് ഓർ പെനാൽറ്റി ദ ഹ്യൂമൻ ബിഹേവിയർ എന്ന് ചോദിക്കാം.
രണ്ട് രീതിയിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. Again, the definition for discipline is given by Gary Dessler. അദ്ദേഹം എന്താ പറയുന്നത്? Discipline is a procedure that corrects or punishes. നേരത്തെ പറഞ്ഞത് തന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ്. അത് ചിലപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ തിരുത്താൻ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഇതിലൂടെ അത് തിരുത്താൻ അല്ലെങ്കിൽ അതിന് പണിഷ്മെന്റ് കൊടുക്കാൻ ഉള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സബോർഡിനേറ്റ്സ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമങ്ങൾ തെറ്റിക്കുമ്പോഴൊക്കെ അവരെ പണിഷ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരിക? ഡിസിപ്ലിൻ എന്നതിൽ വരിക എന്നാണ് ആര് പറയുന്നത്? ഗ്യാരി ഡെസ്ലർ പറയുന്നത്. രണ്ട് രീതിയിൽ ഒരേ സാധനം തന്നെ, മീനിങ് ഒക്കെ ഒന്ന് തന്നെ, പക്ഷെ അത് രണ്ട് രീതിയിൽ രണ്ടാളുകളുടെ ആശയത്തിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസ് ആണെന്ന് മാത്രം. ഓക്കെ, ഡെഫിനിഷൻ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ബൈ റിവാർഡ് ഓർ പെനാൽറ്റി എന്ന് ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ടല്ലോ, അത് ഡെയിലർ സ്പീച്ചിന്റെ. മറ്റേത് റൂൾ ഹാസ് ബീൻ വയലേറ്റഡ്, ഏതെങ്കിലും നിയമം തെറ്റിച്ചാല് സബോർഡിനേറ്റ്സിന് മാനേജ്മെന്റ് കറക്റ്റ് ചെയ്യുകയോ പണിഷ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ബോത്ത് ദ ഡെഫിനിഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്, സോ അണ്ടർലൈൻ ഇറ്റ്. അണ്ടർലൈൻ ചെയ്തോ? യെസ്, ഓക്കെ ആണല്ലോ ഇവിടെ വരെ എല്ലാവരും? ഇടയ്ക്ക് എഴുന്നേറ്റ് പോകരുതേ, ഇടയ്ക്ക് എഴുന്നേറ്റ് പോകുമ്പോ വിട്ടുപോകും. അപ്പയ്ക്കും എന്താണോ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ് ആ ഒരു കൺഫ്യൂസ്ഡ് ആകും, അതുകൊണ്ട് പോകരുത് എഴുന്നേറ്റ്. ദെൻ അടുത്തത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നേച്ചർ ഓഫ് ഡിസിപ്ലിൻ ആണ്. ഡിസിപ്ലിന്റെ ചില സ്വഭാവ രീതികളാണ്. എന്താണ് ഡിസിപ്ലിനുള്ള സ്വഭാവങ്ങൾ? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആണ്. നമുക്കറിയാം എവറി ഓർഗനൈസേഷൻ ഹാവ് സം ഒബ്ജക്റ്റീവ്സ് ഫോർ ദെയർ എംപ്ലോയീസ്. ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അവരവരുടെ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിൽ നിന്ന് ഒരുപാട് അവരെ സംബന്ധിക്കുന്ന ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഓരോ എംപ്ലോയീസിൽ നിന്നും നമുക്ക് ഇന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ എംപ്ലോയീസിൽ നിന്നും ഓരോ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ടു അച്ചീവ് ദീസ് ഓർഗനൈസേഷണൽ ഗോൾസ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്ത് വേണം? ഈ എംപ്ലോയീസിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഫോളോ ചെയ്ത് അവരവരുടെ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ദാറ്റ് മീൻസ് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ നിയമങ്ങൾ ഏതൊക്കെ രീതിയിൽ ഫോളോ ചെയ്താണ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യേണ്ടത്. ആ ജോലി ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഓരോ ജോലി, ഇപ്പൊ ഞാനിവിടെ ടീച്ചിങ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഞാൻ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. ആ പഠിപ്പിക്കുന്നതോടൊപ്പം എന്റെ ഓർഗനൈസേഷന്റെ എന്താ പറയാ ഗോൾസ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ എനിക്കും പങ്കുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് വേണം. ആ ബോധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ടുള്ള അവിടുത്തെ നിയമങ്ങളും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഡിസിപ്ലിൻ ആക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഫോം ചെയ്യാൻ ഒരു മാർഗമാണ് ഒരു എംപ്ലോയിയുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ ഓരോ ദിവസവും ഞാൻ അങ്ങനെ ദിവസവും ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോ അതെന്റെ ഒരു ബിഹേവിയറായി മാറും. നമ്മളൊരു കാര്യം പതിവായി ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് അവർ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റത്തിന്റെ ഒരു ഭാഗമായി മാറും. അപ്പൊ ഞാൻ എങ്ങനെയാ എന്റെ ഓർഗനൈസേഷനിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഓരോ ദിവസവും അതങ്ങനെ വളർന്ന് ഒരു നല്ല ബിഹേവിയർ ഉള്ള ഒരു എംപ്ലോയി ആയിട്ട് മാറും. അപ്പൊ അത് ഉണ്ടാക്കണം, നേടിയെടുക്കണം ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ അതിന്റെ മാനേജ്മെന്റ് എല്ലാ എംപ്ലോയീസിനെയും ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഫോളോ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. അതല്ല എങ്കിൽ ഇപ്പൊ നോക്കിയേ, ഡിസിപ്ലിനെ കുറിച്ച് യാതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. എംപ്ലോയീസ് ജോലി ചെയ്യണ്ടല്ലോ അത് മാത്രം മതി എന്ന രീതിയിലാണ് വിട്ട് അതായത് ഇങ്ങനെ ഭയങ്കര ഫ്രീഡം ഒക്കെ കൊടുത്ത എംപ്ലോയീസിന് ഒരു എന്താ പറയാ അടുക്കും ചിട്ടിയില്ല, എത്ര മണിക്ക് വരണം പോകണം എന്നൊരു അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കുത്തഴിഞ്ഞ പോലെയായി പോകും. എംപ്ലോയീസിനെ നമുക്ക് എന്താ പറയാ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും ഒരു രീതിയിൽ മാർഗത്തിൽ കൂടി വഴിതെളിച്ച് കൃത്യമായ നമ്മുടെ ഗോൾസ് ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് എംപ്ലോയീസിനെ കൊണ്ട് പറ്റില്ല. കാരണം അവർ അവരുടെ രീതിയിൽ നടക്കുന്നു. മാനേജ്മെന്റിന്റെ ഒക്കെ കാര്യങ്ങളൊന്നും നോക്കോ, നമ്മൾ ജോലി ചെയ്യുന്നു അങ്ങനെ പോകുന്നു, അത് നമ്മുടേതാണ്, എന്റെ ഓർഗനൈസേഷൻ ആണ്, ഐ ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. ആ ഓർഗനൈസേഷന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി ഞാനും കുറെയൊക്കെ ശ്രമിക്കണം എന്നുള്ള ബോധ്യത്തിലേക്ക് ഓരോ എംപ്ലോയീസും വരണം. അതിന് അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ വേണം. ആ സ്റ്റാൻഡേർഡ് ബിഹേവിയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ബിഹേവിയർ, നേച്ചർ ഓഫ് ഡിസിപ്ലിന്റെ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞാൽ അതുകൂടി ഒന്ന് പഠിക്കണേ. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ബിഹേവിയർ. ഹലോ, ഓക്കെ. സെക്കൻഡ് വൺ മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്.
അതായത് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ്. എന്താ മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ മോട്ടിവേഷൻ ഉണ്ട്. മറ്റൊരാൾ കൊണ്ട് മോട്ടിവേറ്റഡ് ആകാം, നമ്മൾ സ്വയമേ സെൽഫ് മോട്ടിവേറ്റഡും ആകാം അല്ലെ. സെൽഫ് മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിങ് ആണ്. ഏത് കാര്യങ്ങൾക്കും ആർക്കായാലും കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ വേണ്ട ഒരു കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ. നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. അല്ലാതെ എന്തെങ്കിലും ഓഷ്യോ അതെന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സ്വയം നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയും നമുക്കത് നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഇതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ തല്ലിക്കെടുത്തി കൊണ്ടുപോകുക. അപ്പൊ തന്നെ പോയി അല്ലെ, കാര്യങ്ങൾ പോകും. അതേസമയം നമ്മൾ മോട്ടിവേറ്റഡ് ആക്കണം. അതോടൊപ്പം നമ്മൾ തന്നെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള മോട്ടിവേഷൻസ് കൂടി കിട്ടുമ്പോൾ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യം വരും. ഓക്കെ, അപ്പൊ മോട്ടിവേഷണൽ ഫോഴ്സ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. കാരണം ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസിന് അങ്ങനെ സ്വന്തമായിട്ട് തോന്നും, നമുക്ക് സ്വയം മോട്ടിവേറ്റഡ് ആകണം. ഇറ്റ് എൻകറേജസ് ദ എംപ്ലോയീസ് ടു കറക്റ്റ് their mistakes. അതായത് നമ്മൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും നിയമം തെറ്റിച്ചു അല്ലെങ്കിൽ അപ്പൊ അവർക്ക് അത് ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസിന് എന്ത് തോന്നും, ഞാൻ തെറ്റിച്ചു അത്, അപ്പൊ ഞാനത് കറക്റ്റ് ചെയ്യണം മിസ്റ്റേക്ക്. പക്ഷെ അത് ഡിസിപ്ലിൻ അല്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ എന്ത് വിചാരിക്കും, അത് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ ചെയ്ത് തെറ്റൊന്നുമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സ്വയം അങ്ങോട്ട് എന്ത് ചെയ്യും, സ്വയം അങ്ങോട്ട് വിലയിരുത്തും. എന്നിട്ട് സ്വയം അതിനെ ന്യായീകരിക്കാൻ നോക്കും. അങ്ങനെയല്ല, ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിന്റെയും ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. ഇഫ് ദേ ആർ വയലേറ്റിംഗ് എനി റൂൾ, എന്തെങ്കിലും റൂൾസ് തെറ്റിച്ചു, സോ ഇറ്റ്സ് ദർ ഡ്യൂട്ടി ടു കറക്റ്റ് ദം. അവർ കറക്റ്റ് ചെയ്യണം സ്വന്തമായിട്ട്. അങ്ങനെയാണ് അതിന് മുന്നോട്ട് പോകണ്ടേ. അല്ലാതെ അത് ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയല്ല ചെയ്യുക. അപ്പൊ കറക്റ്റ് ചെയ്യാൻ, മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇത് അവർക്ക് കിട്ടുന്നു എംപ്ലോയീസിന്. അതാണ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ്. അപ്പൊ നമുക്കൊരു മോട്ടിവേഷൻ, ഓക്കെ ഞാനത് ചെയ്ത് തെറ്റാണ്, അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കണം, ഞാൻ ചെയ്ത് തെറ്റാണ്, ഞാനത് കറക്റ്റ് ചെയ്യണം എന്നുള്ള ചിന്ത. ഇനി മാത്രമല്ല, they also know what will be the consequences if they violate any rule. ഇങ്ങനെയുള്ള ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസിന് മനസ്സിലൊരു ബോധ്യം ഉണ്ടാകും, അയ്യോ ഞാനത് ആ നിയമം തെറ്റിച്ചാൽ, അങ്ങനെ ഒരു ഇത് വന്നാൽ എനിക്ക് അതിന്റെ അനന്തരഫലം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന ചിന്ത വരും. ഇപ്പൊ എല്ലാ ദിവസവും നേരം എന്താ പറയാ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ജോലി കിട്ടി, ആദ്യത്തെ ദിവസം കറക്റ്റ് ടൈമിൽ വന്നു, 9:30 is their time and the first 2 days he or she arrived at the right time. 9:30 തന്നെ വന്നു. പക്ഷേ മൂന്നാമത്തെ ദിവസം വന്നപ്പോ ഇത് 9:30 എന്നുള്ളത് മാറി 9:45 ഓർഗനൈസേഷനിൽ എത്തിയത്. മാനേജ്മെന്റ് തീർച്ചയായിട്ടും അത് നോട്ടീസ് ചെയ്യും. കാരണം ടൈമോ അല്ലെങ്കിൽ ഇത് മറ്റേ പഞ്ചിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അവരത് നോക്കിയപ്പോഴേക്കും അണ്ടർസ്റ്റാൻഡ് ഏതൊക്കെ എംപ്ലോയീസ് സമയം തെറ്റിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ വിളിപ്പിക്കും അല്ലെങ്കിൽ അവരെ ഇൻഫോം ചെയ്യും, ടുഡേ യു ആർ ലേറ്റ്, 15 minutes ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് അവരെ അറിയിക്കും. അപ്പൊ അതെന്താ, അത് അറിയിക്കുമ്പോൾ ഓർത്തോളം, ഇറ്റ്സ് എ വാർണിംഗ്. അതൊരു വാർണിംഗ് ആണ്. നമ്മള് അവിടുത്തെ റൂള് റെഗുലേഷൻ തെറ്റിക്കുകയാണ് ചെയ്തത്. അക്കോർഡിംഗ് ടു ടൈം നമ്മൾ അവിടെ എത്തേണ്ടതാണ്. അപ്പൊ നമുക്കൊരു വാർണിംഗ് കിട്ടി. സോ ദ നെക്സ്റ്റ് ഡേ ഐ വിൽ ട്രൈ ടു കറക്റ്റ് മൈ മിസ്റ്റേക്ക്. ഞാൻ ആ നേരത്തെ വരാൻ, അല്ലെ ഇന്നലെ ഞാൻ സമയം മാറി വന്നു അല്ലെങ്കിൽ ലേറ്റ് ആയി വന്നു എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും, ഓർക്കും. പിറ്റേ ദിവസം ഞാൻ കുറച്ചുകൂടി അലേർട്ടായിട്ട് കുറച്ചുകൂടി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ നോക്കും. എന്നാല് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇന്നലത്തെ പോലെ വാണിംഗ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഒന്നും പറഞ്ഞില്ലല്ലോ, ചീറ്റൊന്നും പറഞ്ഞില്ല, 10-15 മിനിറ്റ് ലേറ്റ് ആയെന്നല്ലേ പറഞ്ഞല്ലോ. അതല്ല, അത് നമുക്ക് എന്താ പറയാ, അതൊരു നെഗറ്റീവ് ഫീലിംഗ് തന്നെയാണ് അങ്ങനെ ഒന്ന് കേൾക്കേണ്ടി വരുന്നത്. അത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഇതൊക്കെ നെഗറ്റീവ് ഫീലിംഗ് ആയിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഡിസിപ്ലിൻഡ് അല്ലാത്ത വ്യക്തികൾ, അത് ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ഒന്നും മാത്രം പറയണമെന്നില്ല. ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ഓരോ ആളുകൾക്കും, ഓരോ ഇൻഡിവിജ്വൽസിനും whatever it may be, എന്തെങ്കിലുമൊക്കെ അവരെ സംബന്ധിക്കുന്ന ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ്സ് എന്തെങ്കിലും വന്നാൽ they feel attached. അവർക്കത് ഹൃദയത്തിൽ തന്നെ ഭയങ്കര വേദന ഉണ്ടാക്കും. അത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തികൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്ക് അത് നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന മൈൻഡാണ്. അപ്പൊ അവർക്ക് എന്തോന്നും, കഴിഞ്ഞ ദിവസം എനിക്ക് വാർണിംഗ് കിട്ടിയതാണ്, സോ ഐ ഹാവ് ടു ബി ഓൺ ടൈം ടുഡേ. ഇന്ന് എനിക്ക് നേരത്തെ തന്നെ ഓർഗനൈസേഷനിൽ എത്തണം, ഫേമിൽ എത്തണം, ജോലിക്ക് എത്തണം എന്ന ചിന്ത. അപ്പൊ അതിന്റെ അനന്തരഫലം മനസ്സിലായതുകൊണ്ടല്ലേ അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം മോട്ടിവേറ്റഡ് ആകും. പറ്റില്ല, അത് എനിക്ക് ഞാൻ അങ്ങനെ കേൾക്കാൻ പാടില്ല, അങ്ങനെ വാണിംഗ് കിട്ടാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിച്ച് നേരത്തെ എത്താറുള്ളൂ. സോ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് കൂടിയാണ്. സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? മോട്ടിവേറ്റിംഗ് ഫോഴ്സ് മനസ്സിലായോ?
പോയാ രമ്യാണ് അവിടെ തമ്മിട്ടോണ്ടിരിക്കുന്നത് എനിക്ക് കാണണേ. പക്ഷെ രമ്യയുടെ തമ്പ് കാണാതായിട്ടാണ് 2-3 പ്രാവശ്യം ചോദിക്കുന്നത്. സോ അതിനകത്തൊരു സെന്റൻസ് നമുക്ക് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഞാൻ പറയാം, അത്രയും വരെ അണ്ടർലൈൻ ചെയ്യാം. ഡിസിപ്ലിൻ act as a motivating force because it encourages the employees to correct their mistakes or misconduct. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യണം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. Yes, next one, positive or negative in nature. ഇനി ഡിസിപ്ലിന്റെ മറ്റൊരു നേച്ചർ ആണ്. ഡിസിപ്ലിൻ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് സ്വഭാവമുള്ള ഡിസിപ്ലിനും ഉണ്ട്, നെഗറ്റീവ് സ്വഭാവമുള്ള ഡിസിപ്ലിനും ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസിപ്ലിൻ എന്ന് പറയുന്നതിന് 2 നേച്ചർ ഉണ്ട്, മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇനി ഇഫ് യു ആർ ഫോളോയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ സിസ്റ്റമാറ്റിക്കലി, ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യതയോടെ നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് എ പോസിറ്റീവ് ഇമ്പാക്ട് to the employees from the part of the management in the form of reward. എന്ത് പറ്റും? എല്ലാം കൃത്യമായി ഫോളോ ചെയ്യുന്ന എംപ്ലോയീസ് അവർ ഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ മാനേജ്മെന്റിന് അവരുടെ മേലെ എന്തോന്നും ഒരു പ്രീതി അല്ലെ, ഒരു ഇഷ്ടം. ആ ഇഷ്ടം ചിലപ്പോ ഒരു റിവാർഡ് പോലെയൊക്കെ വരും. എന്തെങ്കിലും പ്രതിഫലത്തിന്റെ രൂപത്തിൽ ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് എന്നുള്ളതിന്റെ രീതിയിലൊക്കെ വരും. ചിലപ്പോൾ എല്ലാവരെയും മുമ്പിൽ നിർത്തി ഒരു അപ്രീസിയേഷൻ ആയിരിക്കാം. കണ്ടോ, കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന എംപ്ലോയി ഇന്ന ആളാണ് എന്ന് വിളിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക എന്തെങ്കിലും രീതിയിലുള്ള പരിഗണനകൾ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ അതൊരു പോസിറ്റീവ് നേച്ചറുള്ള ഡിസിപ്ലിൻ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. മനസ്സിലായി? അപ്പൊ ഡിസിപ്ലിൻ പോസിറ്റീവ് നേച്ചർ ഉള്ളതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ റെസ്പോൺസ് ഫ്രം ദ പാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് ടു ദ എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് റിവാർഡ്. എംപ്ലോയീസിന്റെ നേരെ മാനേജ്മെന്റ് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസ് പോസിറ്റീവ് ആണ്. അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി പോസിറ്റീവ് രീതിയാണ്. പോസിറ്റീവ് പറയുന്നത് റിവാർഡാണ്. മനസ്സിലായോ? അതേസമയം when the employees violate any rules or regulations, ബിസിനസ് ഓർഗനൈസേഷന്റെ നിയമങ്ങൾ തെറ്റിക്കുകയാണ്, പാലിക്കാതിരിക്കുക, നിയമം ലംഘിക്കുകയാണ് എങ്കിൽ it will give a negative impact to the employees in the form of any penalty or any എന്താ പറയാ punishment. അതായത് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതിരിക്കുക അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുക, ലംഘിക്കുകയൊക്കെ ആണെങ്കിൽ അത് എന്താ പറയാ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും കൊടുക്കുക. നെഗറ്റീവ് ഇമ്പാക്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ എംപ്ലോയീസിന്റെ എന്താ പറയാ ഫ്യൂച്ചറിനെ ബാധിക്കും. അത് അത്തരം എംപ്ലോയീസിന്റെ ഭാവിയിൽ എന്തെങ്കിലും വളർച്ചയൊക്കെ വരേണ്ട എംപ്ലോയീസ് ആണെങ്കിലേ അതൊന്നും കൊടുക്കില്ല. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് എന്താ പറയാ ഈ റിവാർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രൊമോഷൻ രീതിയാകാം, കുറച്ചുകൂടി സാലറി കൂട്ടി കൊടുക്കുന്ന രീതിയാകാം, അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ റിവാർഡുകൾ കിട്ടും. അതേസമയം ഡിസിപ്ലിൻഡ് അല്ലാത്ത എംപ്ലോയീസ് ആണെങ്കിൽ അവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും കിട്ടുക. എന്ത് കിട്ടും? ചിലപ്പോൾ അവർക്ക് ബാക്കിയെല്ലാം നോക്കുമ്പോൾ ഓക്കെ ശരി, നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എല്ലാം പോയി. അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ചില റിവാർഡുകൾ അവർക്ക് എന്ത് ചെയ്യും? നിഷേധിക്കപ്പെടും. അതാണ് പറഞ്ഞത്, അവരുടെ ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റിനെ അത് ബാധിക്കും. എങ്ങനെ ബാധിക്കും? നെഗറ്റീവായിട്ട് ബാധിക്കും. എന്ന് വെച്ചാൽ ഇത്തിരി കുറച്ച് നല്ല വളർച്ചയൊക്കെ വരേണ്ട ആളാണ്, നല്ല ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളാണ്, പക്ഷെ കയ്യിലിരിക്കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? കേട്ടോ നിങ്ങള്? ഇല്ലേ? നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെ പറയുന്നുള്ളൂ എന്ന്. അതെ, തീർച്ചയായിട്ടും ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആർ ഡിസിപ്ലിൻഡ്. അത് മാനേജ്മെന്റിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നു. അവിടുത്തെ ഒരു നിയമങ്ങൾക്കും എന്താ പറയാ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർക്ക് ഇഷ്ടം തോന്നും അത്തരം എംപ്ലോയീസിനോട്. അവരോടൊപ്പം നിൽക്കും, ഏത് കാര്യത്തിലും ഏത് സാഹചര്യത്തിലും ഒപ്പം നിൽക്കും. അതേസമയം ഡിസിപ്ലിൻഡ് ആയിട്ട് ഇല്ല, ഡിസിപ്ലിൻ ഒന്നും ഇല്ലാത്ത തോന്നിയ പോലെ നടക്കുന്ന എംപ്ലോയീസിനോട് ആ ഭാഗത്തോട്ട് പോലും മാനേജ്മെന്റ് തിരിഞ്ഞു നോക്കില്ല. മാത്രമല്ല ഇവർക്ക് എന്തെങ്കിലും അർഹതപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പോലും നടപടിയെടുക്കില്ല. അതൊക്കെ അവരുടെ ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റിനെ ബാധിക്കും. അപ്പൊ എന്താ പറയാ, അവര് പറയും അതൊക്കെ നിനക്ക് നേടേണ്ടതായിരുന്നു, പക്ഷെ നീ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിനക്ക് അതൊന്നും തരാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് പോകും. സോ ഇറ്റ്സ് കോൾഡ്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡിസിപ്ലിൻ ഈസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻ നേച്ചർ. 2 നേച്ചറും ഉണ്ട്. ക്ലിയർ ആയോ? പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലായോ? അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഡിസിപ്ലിൻ ക്യാൻ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ഫോളോയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സിസ്റ്റമാറ്റിക്കലി വിൽ പ്രൊവൈഡ് പോസിറ്റീവ് റെസ്പോൺസ് ടു ദ എംപ്ലോയീസ് ഇൻ ദ ഫോം ഓഫ് റിവാർഡ്. അതും വേണം. Violation of rules and regulations will have a negative effect on the future advancement
ഓഫ് ദ എംപ്ലോയി. ആ 3 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടാ. അതിന്റെ ഇടയിൽ ഒരു വേറെ ആസ് എന്നുള്ള ഒരു വാക്കുണ്ട്, അത് വേണമെന്നില്ല. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവ്, നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കിയോ? എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ? Then again, ഡിസിപ്ലിന്റെ മറ്റൊരു സ്വഭാവമാണ് ഇമ്പോസ്ഡ് ഓർ വോളണ്ടറി. വോളണ്ടറി ഡിസിപ്ലിനും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് പറയാ, ഇമ്പോസ്ഡ് ഡിസിപ്ലിനും ഉണ്ട്. വോളണ്ടറിന്റെ അർത്ഥം എന്താ? സ്വമേധയാ. ഇമ്പോസ്ഡ് എന്താ? ചുമത്തുന്നത്. സ്വമേധയും ചുമത്തുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ? സ്വമേധയാ. അതായത് ഇപ്പൊ നമ്മൾ കുട്ടികളോടൊക്കെ പറയും അല്ലെ, കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യണം. കാരണം എന്താ, നമ്മളെ കുട്ടികളെയൊക്കെ കൊണ്ട് കൈ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോകും. ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ നമ്മൾ ചെറുതിലെ തന്നെ ഒരു 5 വയസ്സൊക്കെ ആവുമ്പോഴേക്കോ അല്ലെങ്കിൽ 3-4 വയസ്സൊക്കെ ആവുമ്പോഴേ തുടങ്ങുന്ന പാരന്റ്സ് അവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കാം അതെങ്ങനെ കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ശീലിപ്പിക്കും. താഴെപ്പോ കളയാതെയൊക്കെ കഴിക്കണം. അതൊക്കെ ഡിസിപ്ലിന്റെ ഒരു ഭാഗമാണ് അല്ലെ? വൃത്തിയോടെ കഴിക്കണം, കൈ കഴുകിയിട്ടൊക്കെ കഴിക്കണം. ഇതെല്ലാം അവരൊക്കെ അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യാം. എന്തിനാ വലുതായി വരുമ്പോഴും അങ്ങനെ ചെയ്യാൻ വേണ്ടി. അത് കുറെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അപ്പാടെ തന്നെ വലുതായി വരുമ്പോ അത് തന്നെ പാലിച്ച് അതേ രീതിയിൽ ആച്ചുകമ്മി ചെറുതിലെ പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യത്തിന്റെ ആ ഒരു ഇതിൽ ബേസിസിൽ അവർ അങ്ങനെ ചെയ്ത് സ്വയം അത് മനസ്സിലാക്കി ഓരോ സമയത്തും പ്രവർത്തിക്കും. അത് സെൽഫാണ്, വോളണ്ടറി ഡിസിപ്ലിനാണ്. അത് ഓർഗനൈസേഷനിൽ എത്തുമ്പോഴും അങ്ങനെ തന്നെ. ചില എംപ്ലോയീസ് എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും മനസ്സിലാക്കി അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോന്നും മനസ്സിലാക്കി എന്ത് ചെയ്യും, അത് ഫോളോ ചെയ്ത് ബിഹേവ് ചെയ്യും. ആ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയറിൽ ബിഹേവ് ചെയ്ത് പോകും. അതാണ് വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ചൂസ്ഡ് ബൈ ഹിസ് ഓൺ വിൽ. അവനവന്റെ ഇഷ്ടത്തിന് അവൻ തന്നെ എന്ത് ചെയ്യുന്നു, ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് എന്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ ഡിസിപ്ലിൻ ഫോളോ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് വോളണ്ടറി ഡിസിപ്ലിൻ. അതേസമയം the rules and regulations have to be imposed forcefully to the employees. എംപ്ലോയീസിന്റെ നേർക്ക് ഇതെല്ലാം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്ന് വരെയാണ്. നീ ഇത് പാലിക്കണം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ശീലിപ്പിച്ച് എടുക്കേണ്ട ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോ അതെന്താണ് പറയാ, അതിന് നമ്മൾ ഇമ്പോസ്ഡ് ഓർ മറ്റൊരു പേര് കൂടി പറയുന്നത് ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ എന്ന് വിളിക്കും. ഇമ്പോസ്ഡ് ഓർ ഒബ്ലിഗേറ്ററി, അത് അനുസരിക്കാൻ കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഒബ്ലിഗേറ്ററി എന്ന് പറയുന്ന വാക്ക് കൂടി അവിടെ വന്നേക്കുന്നത്. മനസ്സിലായോ? വോളണ്ടറി ഓർ ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ മനസ്സിലായോ? ഇമ്പോസ്ഡ് ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ ആണ്, അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ഡിസിപ്ലിൻ. അല്ലെങ്കിൽ മറ്റൊരു ഡിസിപ്ലിൻ ആണ് വോളണ്ടറി. വോളണ്ടറി എന്ന് പറയുമ്പോൾ സെൽഫ് ഡിസിപ്ലിനെയാണ് നമ്മൾ വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. സെൽഫ് ഡിസിപ്ലിൻ എനിക്കിപ്പോ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട, എനിക്ക് അതൊക്കെ ചെയ്യാൻ അറിയാം, നല്ല കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ അറിയാം എന്നുള്ള രീതിയാണെങ്കിൽ അതാണ് നമ്മൾ വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ എല്ലാവർക്കും? അതിനകത്തെയും ആ പോയിന്റുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഡിസിപ്ലിൻ ഈസ് ഓഫ് 2 types, വോളണ്ടറി ആൻഡ് ഇമ്പോസ്ഡ്. ആ സെന്റൻസും അടുത്ത സെന്റൻസും ഇന്നത്തെ സെന്റൻസും എല്ലാം ബട്ടൊന്നും വേണമെന്നില്ല കേട്ടാ. ഡിസിപ്ലിൻ ഈസ് ഓഫ് 2 types, വോളണ്ടറി ആൻഡ് ഇമ്പോസ്ഡ്. അത് കഴിഞ്ഞിട്ട് ഇഫ് ആൻ എംപ്ലോയി ഈസ് സെൽഫ് ഡിസിപ്ലിൻ ഇറ്റ് ഈസ് കോൾഡ് വോളണ്ടറി ഡിസിപ്ലിൻ ആസ് ഇറ്റ് ഈസ് ചൂസ്ഡ് ബൈ ഹിസ് ഓൺ വിൽ. അവനവന്റെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം കാര്യങ്ങൾ നോക്കി ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിനെ നമ്മൾ വോളണ്ടറി ഡിസിപ്ലിൻ എന്ന് വിളിക്കും. ബട്ട് വേണ്ട. when rules and regulations are imposed forcefully ആണ് നമ്മൾ rules and regulations ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ imposed or obligatory discipline എന്ന് വിളിക്കും. അടയാളപ്പെടുത്തിയോ? Yes. And the next one, ഇനി അടുത്ത നേച്ചർ എന്താ? ഇറ്റ്സ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, in an organization if they implement some rules and regulations to be followed by the employees. നമുക്കറിയാം എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും മാനേജ്മെന്റ് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നടപ്പിലാക്കുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് എംപ്ലോയീസ് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഫോളോ ചെയ്യാൻ വേണ്ടി അവരത് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് ദ റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. അത് മാനേജ്മെന്റിന്റെ അവകാശമാണ്. എന്റെ ബിസിനസ് ഓർഗനൈസേഷൻ വെറുതെ കുറെ കുത്തഴിഞ്ഞ എംപ്ലോയീസുമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവരെല്ലാവരും ഡിസിപ്ലിൻഡ് ആയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് നീങ്ങണം. എന്നാലേ പുറത്തൊരു ഇമേജ് ഉണ്ടാവുള്ളൂ, നല്ല ആ ഓർഗനൈസേഷൻ ഒരു ഇമേജ്. ഇന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്, ഓക്കെ. സോ അവിടെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും എംപ്ലോയീസ് ഒക്കെ ചെയ്തു പോകണം. അതാ മാനേജ്മെന്റിന്റെ കഴിവാണ് കേട്ടോ. നമ്മൾ ചില കോളേജസിനെ കുറിച്ച് പറയാറില്ലേ, ഭയങ്കര ഇതാണ് മാനേജ്മെന്റ് ഭയങ്കര മോശം,
അതുകൊണ്ട് പിള്ളേരൊക്കെ തോന്നി കഴിക്കുക എപ്പോഴെങ്കിലും കയറുന്നു. പിള്ളേർ ക്ലാസ്സിൽ പിള്ളേരില്ലെങ്കിലും വേറെ എവിടെയെങ്കിലൊക്കെ മുക്കിലും മൂലയിലൊക്കെ ഒരുപാട് ക്ലാസ് പിള്ളേരുകൾ അവരോടൊക്കെ കൂട്ടം കൂടിയൊക്കെ നിൽക്കുന്നുണ്ട്. ക്യാൻറ്റീനിലാകാം, മറ്റേതെങ്കിലും പ്രദേശത്താകാം. ക്ലാസ് മുറിക്കാത്ത കുട്ടികളില്ല. സോ അത് എന്താ കാരണം? നമ്മൾ പറയില്ലേ, അത് മാനേജ്മെന്റിന്റെ കുഴപ്പമാണെന്ന് പറയും. കാരണം മാനേജ്മെന്റ് അത്ര സ്ട്രിക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ തോന്നിയ പോലെ നടക്കുന്നത്. ക്ലാസ്സിനകത്ത് ഇത്ര സ്ട്രെങ്ത് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാവരും ക്ലാസ്സിൽ ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നാൽ ഒരു 10 ദിവസം അങ്ങനെ ചെയ്താൽ അവർക്ക് അത് അവരുടെ മനസ്സിൽ തോന്നും, അത് ചെന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിന്റെ ആഫ്റ്റർ എഫക്ട് ഇന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കും അല്ലെ. അതില്ലാത്തവരും എന്തോരും അങ്ങനെ വരും. അങ്ങനെയും പോകുന്ന കോളേജസ് ഉണ്ട്, സ്കൂളുകളുണ്ട്. ഓക്കെ, അതല്ല എങ്കിൽ നമ്മൾ പറയും അത് മാനേജ്മെന്റിന്റെ കുഴപ്പമാണ്. സോ എല്ലാ ഓർഗനൈസേഷനിലും അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ഇറ്റ്സ് ദ റൈറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. മാനേജ്മെന്റിന്റെ അവകാശം തന്നെയാണ്. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം? എംപ്ലോയീസ് ഹാവ് ടു ഫോളോ ദാറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് ഫോളോ ചെയ്യണം. പക്ഷേ ഇൻ കേസ് if the rules and regulations or laws which is implemented is unfair or injustice, അതായത് ചിലപ്പോ ഫെയർ അല്ലാത്ത, അതായത് നല്ലതല്ലാത്ത രീതിയിൽ മോശമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാം. മോശമായെന്ന് പറയുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ചില ഭയങ്കരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവരാം. കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില നടപടിക്രമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇറ്റ് മേ ബി ഡിനൈഡ് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ചിലപ്പോൾ അത് പാലിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പാലിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് ഒരു എക്സ്ക്യൂസ് ഉള്ളൂ. അതർവൈസ് അല്ല എങ്കിൽ വാട്ട് എവർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റഡ് ബൈ ദ മാനേജ്മെന്റ് ഷുഡ് ബി ഫോളോഡ് ബൈ ദ എംപ്ലോയീസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എംപ്ലോയീസ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാൻ തയ്യാറാകണം. അത് എന്ന് പറയുന്നവരുടെ അവകാശം തന്നെയാണ്. സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു റെഗുലാരിറ്റി, ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ എംപ്ലോയീസിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? റൈറ്റ് ഓഫ് ദ മാനേജ്മെന്റ്. അതിൽ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഫസ്റ്റ് സെന്റൻസ് മാത്രം. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലാസ്റ്റ് നേച്ചർ എന്താ? കൺട്രോളിംഗ് ഫോഴ്സ്. ഇനി ഈ നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി കൂടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിയന്ത്രിക്കണേ? അതായത് ആക്ച്വൽ ബിഹേവിയറിന് എംപ്ലോയീസിന്റെ ചിലപ്പോൾ നമ്മൾ പുറത്ത് നമ്മുടെ വീട്ടിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ആ ബിഹേവിയർ നമുക്ക് ബിസിനസ് ഓർഗനൈസേഷനിൽ വന്ന് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെയാ പെരുമാറുന്നത്, ഞാൻ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിനെ ഒക്കെ ഒരു പരിധി വരെ റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ ഉള്ള ഒരു ഫോഴ്സ് കൂടിയാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറ്റുമോ? നമ്മള് കുറച്ചുകൂടി അതെ അവിടെ പോയി തുടങ്ങിയപ്പോ ആള് കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെയും കുറിച്ചെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെ കുറിച്ച് ആ ജോലിയൊക്കെ കിട്ടിയപ്പോ ആള് കുറച്ച് ബെറ്ററായി, ആളുടെ സ്വഭാവ രീതിയൊക്കെ അങ്ങോട്ട് മാറി, കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയി എന്നൊന്നും ആരെയും കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ടാ? പറയും നിങ്ങള്. കേട്ടിട്ടുണ്ട്, നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോ ഭയങ്കര എന്താ പറയാ, ചിലപ്പോ വീട്ടുകാരും ഒക്കെ എന്താ പറയാ തള്ളിയിട്ടിരിക്കുന്ന ചില ആൾക്കാർ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ ഫ്രസ്ട്രേഷനിലൊക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ റൂട്ടി കൂടി നേരത്തിന് വീട്ടിൽ ചെല്ലാതിരിക്കുക. പക്ഷെ ഒരു ജോലിയൊക്കെ കിട്ടി ആൾ അവിടുത്തെ ഒരു ഭാഗമായി എംപ്ലോയി ആയി മാറിക്കഴിഞ്ഞപ്പോ അവിടുത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് ഒബേ ചെയ്തൊക്കെ വന്നപ്പോ ആളുടെ സ്വഭാവ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ. അപ്പൊ നമ്മളിങ്ങനെ പറയുമോ ജോലി കിട്ടിയപ്പോ ആളുടെ സ്വഭാവം ഒക്കെ കുറെ മാറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയറിൽ കൊണ്ടുപോകാൻ ഓർഗനൈസേഷൻ ശ്രമിക്കുമ്പോൾ അത് തീർച്ചയായും നമ്മുടെ പെർഫോമൻസിനെയും നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിനെയും തീർച്ചയായും മാറ്റി മറിക്കും. അതാണ് ഒരു കൺട്രോളിംഗ് ഫോഴ്സ് കൂടിയാണ് ഏത് നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നേ. Discipline act as a controlling force because sentence ഒന്ന് underline ചെയ്യാം. ഓക്കെ, അത്രയും വരെ. അടുത്ത പറയാൻ പോണേ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസിപ്ലിൻ. നേരത്തെ പറഞ്ഞത് എന്താ? ഡിസിപ്ലിന്റെ നേച്ചർ ആണ് പറഞ്ഞത്. ഇപ്പൊ പറയാൻ പോകുന്നത് ഡിസിപ്ലിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. എന്തിനാണ് നമ്മൾ ഡിസിപ്ലിൻ വേണ്ടത്? എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ നേടിയെടുക്കാൻ? എന്തെങ്കിലും ലക്ഷ്യം നേടാനാണോ ഈ ഡിസിപ്ലിൻ ഒക്കെ കൊണ്ടുവരുന്ന ബിസിനസ് ഓർഗനൈസേഷനിൽ? എംപ്ലോയീസ് എല്ലാവരും ഡിസിപ്ലിൻ ആകുന്നത് കൊണ്ട് ഇവരുടെ ഒക്കെ സ്വഭാവ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് നേട്ടം ഉണ്ടാക്കാനാണ്? എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ട് ഈ ബിസിനസ് ഓർഗനൈസേഷൻ എന്ത് നേട്ടം ഉണ്ടാക്കാനാണ്?
തീർച്ചയായിട്ടും ഒരുപാട് നേട്ടങ്ങളുണ്ട് കേട്ടോ. അതിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. Every business organization has some set of rules and regulations which have to be followed by the employees to achieve their goals. നമുക്കറിയാം ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഒരുപാട് ലക്ഷ്യമുണ്ട്. എന്താണ്? എന്റെ ബിസിനസ് മറ്റു ബിസിനസ്സിൽ നിന്നും ഒരുപാട് ലാഭം ഉണ്ടാക്കണം, ഒരുപാട് ഗുഡ് പെർഫോമൻസ് കാഴ്ചവെക്കണം, മറ്റുള്ളവരുടെ ഇടയിൽ, മറ്റു ബിസിനസ്സുകാരുടെ ഇടയിൽ എന്റെ ഒരു ബിസിനസിന്റെ ഇമേജ് ഇങ്ങനെ വളർന്ന് വലിയൊരു ഗുഡ്വില്ലൊക്കെ നേടിയ ബിസിനസ്സായി മാറണം. എല്ലാ ബിസിനസ്സുകാരും ആഗ്രഹിക്കുന്നതാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലുള്ള സാധനമാണ്, അല്ലെ? ഒരു മത്സരമാണ് എപ്പോഴും ബിസിനസ്സുകാരെ. കാരണം ബിസിനസ് ഓറിയന്റഡ് വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത് തന്നെ, ജീവിക്കുന്നത് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബിസിനസ് നമ്മൾ ഭയങ്കര മത്സരബുദ്ധിയാണ്. അവരെക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കണം, അവരെക്കാൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാകണം, ബിസിനസ്സായി മാറണം എന്റേത് എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അതിനുവേണ്ടി അവർ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ they also അവരുടെ ആഗ്രഹം, ഓർഗനൈസേഷന്റെ ആഗ്രഹം എന്ന് പറയുന്നത് they have to maintain discipline among the employees. എംപ്ലോയീസിന്റെ ഇടയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം, so that they can achieve their goals easily. അങ്ങനെ എംപ്ലോയീസ് ഡിസിപ്ലിൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഓരോ ബിസിനസ്സുകാരനും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടി ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ കൃത്യമായി പാലിച്ചാൽ എംപ്ലോയീസ് ഡിസിപ്ലിൻ ആയി. എന്നാൽ ഇഫ് ദ എംപ്ലോയീസ് ആർ ഡിസിപ്ലിൻഡ് അല്ലെങ്കിലോ ഓർഗനൈസേഷൻ cannot work effectively and efficiently. എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർഗനൈസേഷന്റെ പ്രവർത്തനം, ഉത്പാദനക്ഷമത അത്ര കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലാവും? ഉത്പാദനം കുറയും. കാരണം എന്താ? ഡിസിപ്ലിൻ ആയിട്ടുള്ള എംപ്ലോയീസ് ഇല്ല. എംപ്ലോയീസ് അൺഡിസിപ്ലിൻഡ് ആണ്. അവര് തോന്നിയ പോലെ വരുന്നു, തോന്നിയ പോലെ പോകുന്നു. പ്രൊഡക്ഷൻ മര്യാദ നടക്കുന്നില്ല. അപ്പൊ മര്യാദക്ക് അതിനുള്ള ഔട്ട്പുട്ട് കിട്ടില്ല. ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ പ്രോഫിറ്റ് നേടാൻ പറ്റില്ല. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ മറ്റുള്ള ബിസിനസ് ഓർഗനൈസേഷന് മുമ്പിൽ നമുക്കൊരു പേരും പ്രശസ്തിയും കിട്ടില്ല. ഓക്കെ, അതെല്ലാം താറുമാറാകും. അപ്പൊ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് ഇതൊക്കെ ഗോൾസ് ഒക്കെ എളുപ്പം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം എഫേർട്ട് ഷുഡ് ബി ഗിവൺ ടു മാനേജ് ഡിസിപ്ലിൻ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ പ്രധാനമായിട്ടും മാനേജ്മെന്റ് നല്ല എഫേർട്ട് എടുക്കണം അവരെ ഡിസിപ്ലിൻ ആക്കാൻ. then only they can achieve their goals. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ ഗോൾസ് കൃത്യമായിട്ട് നേടിയെടുക്കാൻ പറ്റും. അതപ്പോ അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ് എന്നുള്ളത് എന്താണ്? നമ്മുടെ ഡിസിപ്ലിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? വായിച്ചു നോക്കിയ ഒരു പാരഗ്രാഫ്, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്. അതിനകത്ത് ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഇതാണ്: മാക്സിമം എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ബൈ ദ മാനേജ്മെന്റ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. വായിച്ചു നോക്കാട്ടത്. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഈ പോയിന്റ്? ഹലോ, മനസ്സിലായി? ഓക്കെ. യെസ്. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. അടുത്തത് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. ഡിസിപ്ലിൻ ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരേണ്ടതിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എംപ്ലോയീസിനെ എന്താക്കാൻ വേണ്ടിയിട്ടാ? റെസ്പോൺസിബിലിറ്റി ഉള്ളവരാക്കാൻ വേണ്ടി, ഉത്തരവാദിത്വം ഉള്ളവരാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ബിഹേവിയർ എംപ്ലോയീസ് ഫോളോ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല എങ്കിൽ ഓരോ ജോലിക്കാരെ അവരവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് മറന്നു പോകും. മനസ്സിലായി? അങ്ങനെ മറന്നു പോകാതിരിക്കാൻ ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇറസ്പോൺസീവ് ബിഹേവിയർ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ. അതായത് എന്താ പറയാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം ഒക്കെ എംപ്ലോയീസ് ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. അതായത് എന്റെ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടാലേ എനിക്കും എന്തെങ്കിലും നേട്ടമുണ്ടാവൂ, അല്ലെ? ഞാൻ ജോലി ചെയ്യുന്ന എന്റെ ബിസിനസ് ഓർഗനൈസേഷന്റെ വളർച്ച എന്റെ കൂടി വളർച്ചയാണ് എന്നൊക്കെ എന്ത് വേണം? അവനവന്റെ ഒരു തോന്നൽ ഉണ്ടാകണം. അതിനെയാണ് നമ്മള് റെസ്പോൺസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ? ഒരു ഉത്തരവാദിത്തത്തിന്റെ ഒരു ഇത് എനിക്ക് വേണം. ആ ഒരു ഉത്തരവാദിത്തമാണ് എന്തിലേക്ക് നമ്മളെ നയിക്കുക? ഡിസിപ്ലിൻഡ് ആകാനായിട്ട് നമ്മളെ നയിക്കുക. അപ്പൊ എംപ്ലോയീസ് ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം?
ഉത്തരവാദിത്തമുള്ളവരാകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോ എംപ്ലോയീസും റെസ്പോൺസിബിൾ ആയിട്ട് എന്താ പറയാ അത് ഏറ്റെടുക്കണം, അവരതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോഴാണ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ ആകുക ടു പെർഫോം ദയർ ഡ്യൂട്ടീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ജോലിയും ഉത്തരവാദിത്തത്തോടെ അവർ അങ്ങനെ ചെയ്യും. ഉത്തരവാദിത്ത ബോധ്യം വരുന്നത് എപ്പോഴാണ്? കൃത്യമായിട്ട് കൃത്യതയോടെ അച്ചടക്കത്തോടെ മര്യാദയോടെ ജോലി ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജോലിയുടെ പെർഫെക്ഷൻ ആകുക അല്ലെ. എന്ത് ജോലി ചെയ്താലും പെർഫെക്ഷൻ ഉണ്ട്. ആ പെർഫെക്ഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സമയത്തിന് തന്നിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുമ്പോഴാണ് പെർഫോം ചെയ്യുന്നത് കൃത്യമാകുക, കറക്റ്റ് ആകുക, എഫിഷ്യന്റ് ആകുക. അതിനാ പറഞ്ഞിരിക്കുന്നത് മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ. വായിച്ചു നോക്കിയത് ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അതിനകത്ത് വന്നിട്ട് ഡിസിപ്ലിൻ ഈസ് യൂസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് ഇറസ്പോൺസിബിൾ ബിഹേവിയർ ഓൺ ദ പാർട്ട് ഓഫ് എംപ്ലോയീസ്. ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു. യെസ്, നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. തേർഡ് വൺ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിന്റെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഡിസിപ്ലിൻ ഒരു ഓർഗനൈസേഷനിൽ ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കീപ്പ് ചെയ്യുന്നത്? ഒന്ന്, അച്ചീവ്മെന്റ് ഓഫ് ഗോൾസ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ. രണ്ട്, മേക്കിംഗ് എംപ്ലോയീസ് റെസ്പോൺസിബിൾ, ഓരോ എംപ്ലോയീസിനെയും അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. ആൻഡ് ദ തേർഡ് വൺ, ബ്രിങ്ങിങ് ഡിസയേർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്. ബ്രിങ്ങിങ്ങോ ബ്രിങ്ങുന്നോ അതിൽ മതി കേട്ടോ. പക്ഷെ രണ്ട് രീതിയിലും സ്പെല്ലിങ്ങിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അതിൽ ബ്രിങ് ഡിസയേർഡ് ബിഹേവിയറൽ ചേഞ്ചസ് എന്നും ആകാം, ബ്രിങ്ങിങ് എന്നും ആകാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ BRINGING അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഒരു IN അവിടെ നിന്ന് കളഞ്ഞേക്കാം. ഒന്നുകിൽ ഒരു G രണ്ട് INന്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു IN അവിടെ നിന്ന് കളയാം. മീനിങ് കറക്റ്റ് ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ഈ തന്നിരിക്കുന്ന വാക്കിനൊരു മീനിങ് ഇല്ല. ബ്രിങ്ങിങ് ഡിസയേർഡ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കേട്ടോ. ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടുവരാൻ. എന്റെ പെരുമാറ്റം ഏത് രീതിയിൽ ആയാലും ഓർഗനൈസേഷനിൽ ഞാൻ എങ്ങനെ പെരുമാറണം അത് മാനേജ്മെന്റ് തീരുമാനിക്കണ്ടേ അല്ലേ? അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ സാറേ അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് പറയാമോ? പറ്റില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ പെരുമാറണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ന് ലക്ഷ്യം വെക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഇവിടെ വി ഹാവ് ടു ബിഹേവ് ലൈക്ക് ദിസ്, ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് അവർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫോളോ ദിസ്. സമ്മതിക്കാൻ പറ്റൂല്ലെങ്കിൽ വേണ്ട, ജോലിക്ക് വിട്ടാ അല്ലെ? അങ്ങനെയാണ്. അപ്പൊ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ നീ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റാൻഡേർഡ് ബിഹേവിയർ ആണ് ഫോളോ ചെയ്യേണ്ടത്. സോ നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരാളുടെ ബിഹേവിയർ പാറ്റേൺ മാറ്റിമറിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് വിൽ ഹാവ് ഹൈ ടോളറൻസ് ലെവൽ. നല്ല എന്താ പറയാ ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹനശക്തി അല്ലെ? ഭയങ്കര സഹനശക്തിയുള്ള ആളുകളായിരിക്കും. മാത്രമല്ല they will be making any adjustments to achieve the standards of the organization. ഓർഗനൈസേഷന്റെ എന്ത് കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഏത് രീതിയിലും അഡ്ജസ്റ്റബിൾ ആയിട്ട് മാത്രമേ എംപ്ലോയീസ്. അത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവരെ പറ്റുള്ളൂ. ഡിസിപ്ലിൻഡ് അല്ലാത്തവരാണെങ്കിൽ എന്ത് പറയും? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ഓർഗനൈസേഷന്റെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോ അവർ എപ്പോഴും നെഗറ്റീവ് അടിക്കും. ഇതെന്ത് ഞങ്ങളൊന്നുമില്ല അതിനകത്ത് കണ്ടോ, അവർ നെഗറ്റീവ് മൈൻഡിൽ അങ്ങോട്ട് മാറിയിട്ട് നിൽക്കും. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഏത് രീതിയിലും അഡ്ജസ്റ്റബിൾ ആണ്. അവർ പറയും ഓക്കെ ഞങ്ങളത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അവർ അതിനോട് ഒപ്പം ആ വഴിക്ക് അങ്ങോട്ട് നീങ്ങും. കാരണം അവർക്ക് നല്ലൊരു ടോളറൻസ് ലെവൽ ഉണ്ട്, നല്ലൊരു സഹനശക്തി, മനക്കെട്ടിയും അങ്ങനെയാണെന്ന് തോന്നുന്നത് ഒരു മലയാള വാക്ക്. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാകും അവർക്ക്. കാരണം ഏതിനോടും അഡ്ജസ്റ്റ് ചെയ്യാം, എന്ത് സഹിക്കാൻ തയ്യാറാണ്. എന്ത് സഹിക്കാൻ തയ്യാറാകണമല്ലോ. കാരണം നമ്മൾ നമ്മളുടെ ജോലി ചെയ്യുന്നത് നമ്മളുടെ വികസനത്തിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും രണ്ടും കൂടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റബിൾ എങ്ങനെയായും ആയിരിക്കും. അതുകൊണ്ട് ഈ എംപ്ലോയീസിന് ഇത്തരം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ബിഹേവിയറൽ പാറ്റേണിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ ഡിസിപ്ലിൻ കൊണ്ട് സാധിക്കും. ആൻഡ് വെദർ ദേ ആർ ഡിസിപ്ലിൻഡ് ഓർ നോട്ട്, ദ മാനേജ്മെന്റ് ഹാവ് ടു മേക്ക് സം കോൺസ്റ്റന്റ് ചെക്കപ്പ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
എംപ്ലോയീസ് എല്ലാവരും നല്ല രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് ബിഹേവിയർ തന്നെ പ്രോപ്പർ ഡിസിപ്ലിൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഡിസിപ്ലിൻ തെറ്റിച്ചിട്ടാണോ ഇവര് പെർഫോം ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോ ഇറ്റ് വിൽ ഇംപ്രൂവ് ഇവരുടെ ബിഹേവിയറൽ എന്താ പറയുക പാറ്റേൺ ഇംപ്രൂവ് ആകും, ഇവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആകും. ആൻഡ് ഓൾസോ ദേ വിൽ ബി കമ്പൽഡ് ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷണൽ ലക്ഷ്യം നേടിയെടുക്കാൻ അവർ ഫോഴ്സ്ഡ് ആകും, എന്നുവെച്ചാൽ ഭയങ്കര നിർബന്ധിതരാകും. കാരണം എന്താ, ഇടയ്ക്കിടയ്ക്ക് മാനേജ്മെന്റ് അവരുടെ ഡിസിപ്ലിൻ ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഡിസിപ്ലിൻ അല്ലാത്തവരെ നോക്കി അവരെ ഒന്ന് വാൺ ചെയ്തു, എങ്ങനെയാണ് ഇത് ഇവിടെ ഫോളോ ചെയ്യാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്നൊക്കെ വാണിംഗ് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെതായ പണിഷ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് അതിനെ കുറിച്ചൊരു ബോധ്യം വരും. ഇന്ന കാര്യം ചെയ്താൽ അത് നമുക്ക് പണിഷബിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചേക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം ഒന്ന് തോന്നലൊക്കെ വരും. അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാണ്. മനസ്സിലായോ? തേർഡ് പോയിന്റ് മനസ്സിലായോ? സിമ്പിൾ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഡിസിപ്ലിൻ ചേഞ്ചസ് ദ ഒരു പോയിന്റ് ഇല്ല, അതില് രണ്ടാമത്തെ സെന്റൻസ് ഡിസിപ്ലിൻ എംപ്ലോയീസ് ഹാവ് എ ഗുഡ് ടോളറൻസ് ലെവൽ ആൻഡ് ക്യാൻ മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ഈസിലി ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ സെന്റൻസും അടുത്ത സെന്റൻസ്, എ കോൺസ്റ്റന്റ് ചെക്ക് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ത്രൂ പ്രോപ്പർ ഡിസിപ്ലിൻ പോളിസി. കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ പോളിസി ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഭയങ്കര ഡിസിപ്ലിൻ ഒന്നും ഫോളോ ചെയ്യാണ്ട് മര്യാദക്ക് ജോലിയൊന്നും ചെയ്യാത്ത ആൾക്കാർ പോലും എന്ത് ചെയ്യും, അതിങ്ങനെ അവര് പ്രചോദിതരാകും. അയ്യോ, നമ്മളെ എന്തെങ്കിലും പരിശോധിക്കുന്നുണ്ടല്ലോ, നോക്കാൻ വരും, ചെക്കപ്പ് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് ഇതൊക്കെ നോക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം മനസ്സിലൊരു എന്ത് ചെയ്യും, ലോ പെർഫോമേഴ്സ് ബെറ്റർ പെർഫോമൻസ് ആകാനായിട്ട് നിർബന്ധിതരാകും. വേണ്ട, ഇങ്ങനെയൊന്നും ചെയ്താൽ പോരാ, മാനേജ്മെന്റ് ഇനി അത് പിടിച്ചാൽ എന്ത് പറ്റും, നമുക്ക് അതിന്റെ പണിഷ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയിൽ നിന്ന് വരെ പിടിച്ചിടും എന്നുള്ള ബോധ്യം തോന്നൽ അവർക്ക് ഉണ്ടാകും. അപ്പൊ അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നോക്കും. ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തേ. ഇഫ് ആൻ ഇഫക്റ്റീവ് ഡിസിപ്ലിൻ പോളിസി ഈസ് ക്രിയേറ്റഡ്, ദസ് വേണ്ട, ഇഫ് തുടങ്ങും, ഇവിടെ വരെ മതി, ബെറ്റർ പെർഫോമേഴ്സ് വരെ മതി കേട്ടോ. ബെറ്റർ പെർഫോമേഴ്സ്, ബാക്കി വേണ്ട. ഓക്കെ, യെസ്, ഇപ്പൊ ഇത്രയും നിർത്താണ്. നാലാമത്തെ അഞ്ചാമത്തെ പോയിന്റ് കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ 4 5 തീരില്ല, അതുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് ബാക്കി എടുക്കാം. അപ്പൊ ഇതുവരെ നന്നായിട്ട് വായിച്ചു നോക്കാം. എംപ്ലോയീസ് ഡിസിപ്ലിനെ സംബന്ധിക്കുന്നതായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചാൽ അത് ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായ? അതിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നേച്ചറും അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ 2 ഡെഫിനിഷൻസ് ഡിസിപ്ലിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നതും നമ്മൾ പഠിക്കണം. ഓക്കെ, ഡെയ്ലസ് അതും അതുപോലെ തന്നെ ഗ്യാരി ഡെസ്ലറും പറഞ്ഞിരിക്കുന്ന 2 ഡെഫിനിഷൻസ് അടുത്ത ദിവസം നമുക്ക് ബാക്കി അടുത്ത ദിവസം പഠിക്കാം. സോ സീ യു. താങ്ക് യു.